ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് റേഡിയോ ആക്ടിവിറ്റി ആണ്. റേഡിയോ ആക്ടിവിറ്റി 1896 ഹെൻറി ബെക്കറിലാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് ഒരു ന്യൂക്ലിയർ ഫിനോമിനാണ്. അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് സ്വയം ഡീകേ ചെയ്യും. ഇനിയാണ് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നത്. റേഡിയോ ആക്ടിവിറ്റി is a nuclear phenomenon in which an unstable nucleus undergoes a decay. This is referred to as radioactive decay. There are 3 types of radioactive decay. അപ്പോൾ സാധാരണ ഈ റേഡിയോ ആക്ടിവിറ്റിയിൽ ഒരു ന്യൂക്ലിയസിൽ നിന്ന് ആൽഫ ഡീകേ നടക്കാറുണ്ട്, അതുപോലെ ബീറ്റ ഡീകേ, ഗാമ ഡീകേ. അങ്ങനെ 3 തരത്തിലുള്ള ഡീകേ ആണ് നമ്മുടെ പ്രകൃതിയിൽ നാച്ചുറലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആണ്. അപ്പോൾ അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അതിൽ നിന്ന് ഈ പറഞ്ഞ ഹീലിയം ന്യൂക്ലിയസിനെ അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യും. അതിനെയാണ് ആൽഫ ഡീകേ എന്ന് വിളിക്കുന്നത്. ഇനി ബീറ്റ ഡീകേ എന്ന് പറയുന്നത് ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ അഥവാ പോസിറ്റീവ് ഇലക്ട്രോൺ, അതിനെ പോസിട്രോൺ എന്ന് വിളിക്കും. അപ്പോൾ അവയാണ് ബീറ്റ പാർട്ടിക്കിൾസ്. അപ്പോൾ ബീറ്റ പാർട്ടിക്കിൾസ് ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യുന്നതിനാണ് ബീറ്റ ഡീകേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കിൾസ് വിത്ത് സെയിം മാസ് ആസ് ഇലക്ട്രോൺ ബട്ട് വിത്ത് ചാർജ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രോൺ, അതിനാണ് പോസിട്രോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഇലക്ട്രോണോ പോസിട്രോണോ എമിറ്റ് ചെയ്യുന്നതിനാണ് ബീറ്റ ഡീകേ എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ ഡീകേ ആണ് ഗാമ ഡീകേ, ഇൻ വിച്ച് ഹൈ എനർജി ഫോട്ടോൺസ് ആർ എമിറ്റഡ്. വളരെ ഹൈ എനർജി, കിലോ ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ആയിട്ടുള്ള ഹൈ എനർജിയിലുള്ള ഫോട്ടോൺസ്, അതായത് ലൈറ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതിനാണ് ഗാമ ഡീകേ. അപ്പം ഇങ്ങനെ 3 തരത്തിൽ ഒരു ന്യൂക്ലിയസ് സ്വയം ഡീകേ ചെയ്യും. ഒന്നെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഗാമ പാർട്ടിക്കിളിനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 3 types ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ ഉണ്ട്. ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ. റേഡിയോ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ലോ ആണിത്. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയ അണ്ടർഗോയിങ് ഡീകേ പെർ യൂണിറ്റ് ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയ ഇൻ ദി സാമ്പിൾ. അപ്പം നമ്മുടെ കയ്യിൽ കുറേ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് നമ്മളിപ്പോൾ ക്ലാസ് റൂമിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് സമയം പോകുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പം നമ്മൾ ഒരു 10 ന്യൂക്ലിയസ് ആണ് അവിടെ കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ അന്നേരമുള്ള ഡീകേ എന്ന് പറയുന്നത് ഒരു റേറ്റിലായിരിക്കും. അപ്പോൾ 100 ആണ് നമ്മളവിടെ കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ ആ ഡീകേയുടെ റേറ്റ് കൂടും. 1000 ആണെങ്കിൽ അതിനേക്കാൾ കൂടും. അപ്പോൾ എത്രയാണോ അവിടെ അന്നേരം പ്രസന്റ് ആയിരിക്കുന്നത് അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ ഡീകേയുടെ റേറ്റ്. അതാണ് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ പറയുന്നത്. അതായത് നമ്പർ ഓഫ് ന്യൂക്ലിയ അണ്ടർഗോയിങ് ഡീകേ പെർ യൂണിറ്റ് ടൈം. അതിന് നമുക്ക് dn/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡീകേ ആണ്, അതുകൊണ്ട് dn/dt എന്ന് പറയാം. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയ ഇൻ ദി സാമ്പിൾ. അവിടെ ആ സാമ്പിളിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന അതിനകത്ത് എത്ര ന്യൂക്ലിയസ് ഉണ്ടോ അതിന് ആ എണ്ണത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ n ന്യൂക്ലിയസ് ആണ്, അൺഡീക്കേഡ് ന്യൂക്ലിയസ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ് dn/dt എന്ന് എഴുതാം. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു -n. മൈനസ് സൈൻ വരാൻ കാരണം എന്താണ്? ടൈം കൂടുന്നതനുസരിച്ച് എന്നിൻ്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. ആദ്യം 1000 കാണും, കുറച്ച് കഴിയുമ്പോൾ അത് അതിനേക്കാൾ താഴെ 900 ആവും, പിന്നെ 800 ആവും. ഇങ്ങനെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. ടൈം കൂടുന്നതനുസരിച്ച് എണ്ണം കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, dn/dt is equal to -λn, where lambda is a constant called radioactive decay constant or disintegration constant. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീകേ ലോ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ എഴുതിയാലും നമുക്ക് മാർക്ക് തരും. dn/dt is equal to -λ എന്നോ അല്ലെങ്കിൽ dn/n is equal to -λ/dt എന്നോ. ഇത് രണ്ടും ഒരേ ഇതാണ്. അപ്പം അത് പഠിച്ചു വെച്ചിരിക്കണം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് n is equal to n0 e raised to -λt. അപ്പോൾ ഡിസിൻറ്റഗ്രേഷൻ ലോ എന്ന് പറയുമ്പം ഒന്നെങ്കിൽ dn/dt is equal to -λ എന്ന് എഴുതുക, അല്ലെങ്കിൽ n is equal to n0 e raised to -λt. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ എഴുതി കാണിക്കാം. ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഞാനിവിടെ ഒന്ന് എഴുതി കാണിക്കാം. ഇപ്പോൾ ഡിസിൻറ്റഗ്രേഷൻ ലോ അല്ലെങ്കിൽ ഡീകേ ലോ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? The number of nuclei undergoing decay per unit time is proportional to the total number of nuclei in this sample. But നമ്മളൊരു പർട്ടിക്കുലർ ടൈമിൽ ആ ഡിസിൻറ്റഗ്രേഷന് വിധേയമാകുന്ന ന്യൂക്ലിയസിൻ്റെ എണ്ണം n ആണെന്ന് എടുക്കുക. അപ്പോൾ n ന്യൂക്ലിയസ്
ഒരു പർട്ടിക്കുലർ ടൈമിലുണ്ട്. അപ്പോൾ ആ ടൈമിലുള്ള ഡീകെ റേറ്റ് എന്ന് പറയുന്നത് dN/dt ആണ്. അപ്പോൾ dN/dt എന്ന് പറയുന്നത് n-ന് പ്രൊപ്പോർഷനിലാണ്. ഇതാണ് റേഡിയോ ആക്റ്റീവ് ഡീകെ ലോ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയ അണ്ടർഗോയിങ് ഡീകെ പെർ യൂണിറ്റ് ടൈം പ്രൊപ്പോർഷണൽ ടു n. ഇനി ഇതിൽ മൈനസ് സൈനോട് നമ്മൾ ഇടും. എന്തുകൊണ്ടാണ്? ടൈം കൂടുന്നതനുസരിച്ച് n-ന്റെ ആ എണ്ണം തുടക്കത്തിലുള്ള ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ആക്കി എഴുതിയാൽ dN/dt is equal to minus lambda n, where lambda is a constant called decay constant or disintegration constant. അപ്പം റേഡിയോ ആക്റ്റീവ് ഡീകെ ലോ അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. ഇനി ഇതിനെ എക്സ്പോണൻഷ്യൽ ടൈമിലേക്ക് മാറ്റാം. അതിനുവേണ്ടി ഞാൻ ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. dN/n is equal to minus lambda dt. ഇത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്തത് മാത്രമേ ഉള്ളൂ. n-നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു, അല്ലെ dt അങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം തുടക്കത്തിൽ n0 ആയിരുന്നു നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് കരുതുക. അപ്പോൾ n0യിൽ നിന്ന് ഇപ്പം n-ലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ dN/n-നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഫ്രം n0 to n. ഇപ്പുറത്തെ സൈഡിൽ തുടക്കത്തിൽ നമ്മൾ എടുക്കുന്നത് 0 ടൈമിലാണ്. അപ്പോൾ 0യിൽ നിന്ന് ഇപ്പോഴത്തെ ടൈം t-യിലേക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ 1/n dn എന്ന് പറയുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. 1/n-നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ആൻസർ log n ആണ്. നാച്ചുറൽ ലോഗ് കൊടുക്കാം. ലിമിറ്റ് n0 to n. ഇപ്പുറത്തെ സൈഡിൽ മൈനസ് ലാംഡ dt ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം t ആണ്, മൈനസ് ലാംഡ t. അപ്പോൾ ഇവിടെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണമല്ലോ. log n മൈനസ് log n0 is equal to മൈനസ് ലാംഡ t. log n/n0 എന്ന് പറയുന്നത് ലോഗരിതത്തിൽ വരുന്ന ഒരു റിസൾട്ടാണ്. log n മൈനസ് log n0 എന്ന് പറഞ്ഞാൽ log n/n0 എന്ന് കൊടുക്കാം. ഇങ്ങനെ ക്വോഷ്യന്റ് ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി. ഇനി ഈ ലോഗിനെ നമ്മൾ ആൻറ്റി ലോഗ് എടുക്കുകയാണ്. രണ്ട് സൈഡിൽ നമ്മൾ ആൻറ്റി ലോഗ് എടുത്തു കഴിയുമ്പോൾ taking anti-log n/n0 equals e raised to minus lambda t, or n equals n0 e raised to minus lambda t. അപ്പോൾ കണ്ടോ, എക്സ്പോണൻഷ്യൽ ടേമിലേക്ക് നമ്മൾ ഈ ഇക്വേഷൻ മാറ്റി. അപ്പോൾ ഇതും ഡിസിൻറ്റഗ്രേഷൻ ലോയുടെ ഒരു ഫോമാണ്. n is equal to n0 e raised to minus lambda t. അപ്പോൾ ടൈം മാറുന്നതനുസരിച്ച് n-ന്റെ വാല്യൂ തുടക്കത്തിൽ n0 ആയിരുന്നു, അത് എക്സ്പോണൻഷ്യലായിട്ട് കുറഞ്ഞു വരും. അപ്പം ഡിസിൻറ്റഗ്രേഷൻ ലോ ചോദിച്ചാൽ ഈ രണ്ട് ഇക്വേഷനിൽ ഏത് എഴുതിയാലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. dN/dt is equal to മൈനസ് ലാംഡ എന്ന് എഴുതാം, അല്ലെങ്കിൽ n is equal to n0 e raised to minus lambda t. രണ്ടും ഡിസിൻറ്റഗ്രേഷൻ ലോ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡീകെ ലോയുടെ രണ്ട് ഫോമുകളാണ്. ഡീകെ റേറ്റ് അഥവാ ഡിസിൻറ്റഗ്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേറ്റിംഗ് പെർ യൂണിറ്റ് ടൈം ആണ്. ദാറ്റ് ഈസ് മൈനസ് dN/dt. അതിന് വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കും. അപ്പോൾ ആക്ടിവിറ്റി എന്ന് സിമ്പിളായിട്ട് പറയില്ല, റേഡിയോ ആക്ടിവിറ്റി അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ ആർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് dN/dt. അപ്പോൾ ഏതൊരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് എടുത്താലും അതിനൊരു ആക്ടിവിറ്റി ഉണ്ട്, അഥവാ റേഡിയോ ആക്റ്റീവ് ആണത്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡിൽ എത്രമാത്രം ന്യൂക്ലിയസ് ഇല്ലാതായി പോകുന്നു, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു, അതാണ് ആക്ടിവിറ്റി. അപ്പോൾ അതിനെ നമുക്ക് വേറൊരു ഇക്വേഷൻ, R is equal to മൈനസ് dN/dt ആണ്. അത് കൂടാതെ നമുക്ക് വേറൊരു ഫോമിലേക്ക് ഇക്വേഷൻ മാറ്റാൻ നോക്കാം. അതായത് n0 e raised to മൈനസ് ലാംഡ ടി ആണ് n. അത് നമ്മൾ തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്തതാണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു dN/dt.
equal to n0 d by dt of e raised to minus lambda t. That is equal to n0 minus lambda into e raised to minus lambda t. അപ്പോൾ dn by dt is equal to minus lambda n0 e raised to minus lambda t. ഇതിൽ dn by dt എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ആണല്ലോ. അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, r is equal to r0 e raised to minus lambda t. അവിടെ മൈനസ് ഡി എൻ ബൈ ഡി ടിക്ക് ആർന്ന് കൊടുത്തു. അതുപോലെ r0 എന്ന് പറയുന്നത് ഹിയർ r0 is equal to ഇനീഷ്യൽ ആക്ടിവിറ്റി ആണ്, ദാറ്റ് ഈസ് ലാംഡ n0. അപ്പോൾ കേട്ടോ, ആക്ടിവിറ്റിയുടെ എക്സ്പോണൻഷ്യൽ ടേമിലേക്ക് നമ്മൾ ഇക്വേഷൻ മാറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ എന്നിൻ്റെ ഇക്വേഷൻ എഴുതിയ പോലെ തന്നെയാണ്. നമ്മൾ ഡിസിൻറ്റഗ്രേഷൻ ലോയിൽ പറഞ്ഞു ഡി എൻ ബൈ ഡി ടി ഇസിക്കൽ ടു മൈനസ് ലാംഡ ടി എന്ന് തുടങ്ങി. അതുപോലെ നമ്മൾ n ഇസിക്കൽ ടു n0 ഇ റെസ് ടു മൈനസ് ലാംഡ ടി കിട്ടി. അതുപോലെ ആക്ടിവിറ്റിക്ക് r ഇസിക്കൽ ടു മൈനസ് ഡി എൻ ബൈ ഡി ടി ആണ്, അല്ലെങ്കിൽ r ഇസിക്കൽ ടു r0 ഇ റെസ് ടു മൈനസ് ലാംഡ ടി ആണ്. r0 ഇസിക്കൽ ടു ലാംഡ n0. ഇതാണ് ഡി കെ റേറ്റ് അഥവാ ആക്ടിവിറ്റി, റേഡിയോ ആക്ടിവിറ്റി. The SI unit for activity is Becquerel, named after the discoverer of radioactivity. ഇപ്പം റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. SI യൂണിറ്റ് ബെക്വറൽ, BQ എന്നാണ് സിമ്പൽ കൊടുക്കേണ്ടത്. 1 BQ എന്ന് പറഞ്ഞാൽ 1 DK per second ആണ്. ഇതിനേക്കാൾ കുറച്ചുകൂടെ വലിയൊരു യൂണിറ്റ് ആണ് ക്യൂറി. അതും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ്. 1 ക്യൂറി എന്ന് പറഞ്ഞാൽ 3.7 × 10⁻10 ബെക്വറലാണ്. റേഡിയോ ആക്ടിവിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹാഫ് ലൈഫ് പീരീഡ്, ടി ഹാഫ്. നമ്മുടെ NCERT ടെക്സ്റ്റിൽ ക്യാപിറ്റൽ ടി ആണ് അതിന് സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ടിയുടെ താഴെ ഹാഫ് എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ഈസ് ദ ടൈം ഇൻ വിച്ച് ദ നമ്പർ ഓഫ് അൺഡീക്കേഡ് ന്യൂക്ലിയൈ ഫാൾസ് ഇൻ ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ നമ്പർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഇപ്പോൾ 100 ന്യൂക്ലിയസ് നമ്മുടെ കയ്യിലുണ്ട്. അത് കറക്റ്റ് 50 മാറാൻ എത്ര സമയം എടുക്കുന്നു, അതിനെയാണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. ടൈം ഇൻ വിച്ച് നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഫാൾസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ നമ്പർ. Thus, it is the time at which both n and r have been reduced to 1/2 of their initial value. അപ്പോൾ എന്ന് പറയുന്നത് ഇനിഷ്യൽ നമ്പർ, അവിടെ പ്രസന്റ് ആയിരുന്ന നമ്പർ, അതുപോലെ ആക്ടിവിറ്റി r രണ്ടും ഹാഫായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഇക്വേഷനോട് ഓർത്ത് വെച്ചോണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനാണ്, അത് ഡെറൈവ് ചെയ്ത് കാണിക്കാം. എങ്കിൽ ഹാഫ് ലൈഫ് പീരീഡ് പഠിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഡെഫിനേഷനും ഒപ്പം ഇക്വേഷനും പഠിച്ചു വെക്കണം. ടി ഹാഫ് ഈക്വൽസ് 0.693/λ, അല്ലെങ്കിൽ നാച്ചുറൽ ലോഗ് 2/λ. അത് 10ലേക്ക് മാറ്റുമ്പോഴാണ് 0.693 വരുന്നത്. ഡിവൈഡ് ബൈ ഡി കെ കോൺസ്റ്റന്റ് ലാംഡ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഹാഫ് ലൈഫ് പീരീഡ്, അല്ലെ അതിൽ നിന്നൊരു പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഹാഫ് ലൈഫ് പീരീഡിന്റെ ഡെറിവേഷനാണ്. ഇത് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനാണ് ഹാഫ് ലൈഫ് പീരീഡിന് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ. നമുക്ക് ഡി കെ ലോ അനുസരിച്ച് n = n0 e raised to minus lambda t ആണെന്ന് അറിയാം. ഇനി നമ്മൾ ടൈം ടി ഹാഫ് കൊടുക്കുന്നു, അതായത് ഒരു ഹാഫ് ലൈഫ് പീരീഡ്. അപ്പോൾ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ നമ്പർ അതിൻ്റെ പകുതിയായി മാറാൻ എടുക്കുന്ന ടൈമാണ്, അല്ലേ? അപ്പോൾ ടി എന്ന് പറയുന്നത് ടി ഹാഫ് ആകുമ്പോൾ അന്നേരമുള്ള n എന്ന് പറയുന്നത് തുടക്കത്തിലുള്ളതിൻ്റെ ഹാഫാണ്, n0/2 ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? n0/2 is equal to n0 e raised to minus lambda t half. രണ്ട് സൈഡിലെ n0 ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/2 is equal to e raised to minus lambda t half. 1/2 എന്ന് പറഞ്ഞാൽ 2 raised to minus 1 ആണല്ലോ. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം, 2 is equal to e raised to lambda t half. രണ്ട് സൈഡ് നമുക്ക് ഇതിനകത്ത് ടി ഹാഫാണ് വേണ്ടത്. അത് എക്സ്പോണൻഷ്യൽ ടേമിന് കിടക്കുകയാണ്, അല്ലേ? പവറായിട്ട് കിടക്കുക. അപ്പം നമ്മൾ രണ്ട് സൈഡിൽ ലോഗ് എടുക്കുന്നു.
ലോഗ് 2 നാച്ചുറൽ ലോഗാണ്. ലോഗ് 2 ഇസ് ഈക്വൽ ടു ലാംഡ ടി ഹാഫ്. ലോഗ് ഓഫ് ഇ എന്ന് പറയുന്നത് 1 ആണ്. വേണേൽ അതുകൂടെ കൊടുക്കാം, ലോഗ് ഇ. ഇനി നാച്ചുറൽ ലോഗിനെ 10ന്റെ ബേസിലേക്ക് മാറ്റണമെങ്കിൽ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇത് നിങ്ങൾ കെമിസ്ട്രിയിൽ ഇതുപോലെ ഒരു ഡെറിവേഷൻ പഠിക്കുന്നുണ്ട്. 2.303 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് 2 ആയി. log 2 to the base 10i into is equal to lambda t half. But 2.303 into log 2 എന്ന് പറയുന്നത് 0.693 ആണ്, is equal to lambda t half. So half-life period t half is equal to 0.693 divided by lambda. ഇതാണ് നമ്മുടെ ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഇക്വേഷൻ. 0.693 ബൈ ലാംഡ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എന്താണ് ഡി കെ ലോ എടുത്തു. അതിനകത്ത് ടി ഹാഫ് ആക്കി, എന്ന് പറയുന്നത് n0/2 ആയി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ നിന്ന് ടി ഹാഫ് എടുക്കാനായിട്ട് നമ്മൾ ലോഗ് എടുത്തു. നാച്ചുറൽ ലോഗിനെ ലോഗ് ടു ദ ബേസ് 10ലേക്ക് മാറ്റുമ്പോൾ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ബൈ ലാംഡ എന്ന് കിട്ടും. ഇത് ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്. നന്നായിട്ട് ഇത് എഴുതി പഠിക്കണം. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഡെറിവേഷനാണിത്. ഇനി അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു നമുക്ക് പ്രോബ്ലം ഒക്കെ വേണ്ടി വരുമ്പം നമുക്ക് ആവശ്യമുള്ളതാണ് അടുത്തൊരു ഇക്വേഷൻ. അതായത് 1t ഹാഫ്, ഒരു ഹാഫ് ലൈഫ് പീരീഡ് കഴിയുമ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n0/2 ആണ് അല്ലേ. എന്ന് പറയുന്നത് n0/2. അത് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, n0 divided by 2^1. ഇനി ആഫ്റ്റർ 2 ഹാഫ് ലൈഫ്, 2 ഹാഫ് ലൈഫ് പീരീഡ് കഴിയുമ്പം എന്നിൻ്റെ വാല്യൂ n is equal to n0 divided by 4 or n0/2^2. ഇനി 3 ഹാഫ് ലൈഫ് കഴിയുമ്പോഴോ, ആഫ്റ്റർ 3 ഹാഫ് ലൈഫ് n is equal to n0 ഇതിൻ്റെ തൊട്ട് മുകളിൽ n0/4 ആണ്, അതിൻ്റെയും പകുതി എന്ന് പറയുമ്പോൾ n0/8. ദാറ്റ് ഈസ് n0 divided by 2^3. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ n ഹാഫ് ലൈഫ് കഴിയുമ്പോഴോ ജനറൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. then n equals n0 divided by 2^n. കണ്ടോ, ആഫ്റ്റർ n ഹാഫ് ലൈഫ് n equals അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയർ റിമൈനിങ് n equals n0/2^n അല്ലെങ്കിൽ n/n0 equals 1/2^n. ഇത് നമുക്ക് പല സ്ഥലത്തും ആവശ്യമുള്ള ഒരു ഇക്വേഷനാണ്. n equals n0 n/n0 equals 1/2^n. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മിക്കവാറും ഹാഫ് ലൈഫ് പീരീഡ് വരും. ഹാഫ് ലൈഫ് പീരീഡ് തന്നിട്ട് ഇത്ര അതിൻ്റെ 3-4 ഇരട്ടി ടൈം പീരീഡ് തരും. അപ്പം അത്രയും ടൈം പീരീഡ് കഴിയുമ്പോൾ എത്രയാണ് അവശേഷിക്കുന്നത്, എത്ര പെർസെൻറ്റേജ് അവശേഷിക്കും എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരും. അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഹാഫ് ലൈഫ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് മീൻ ലൈഫ്. അതിൻ്റെ സിമ്പിൾ ടോ ആണ്. നമ്മൾ ടോർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ടോ ആണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ആവറേജ് ലൈഫ് ഓഫ് ഓൾ ദ ന്യൂക്ലിയർ ഇൻ എ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ. നമ്മുടെ കയ്യിൽ കുറേ ഇപ്പോൾ റേഡിയോ അല്ലെ പൊളോണിയോ ഏതെങ്കിലും ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് കുറേ കയ്യിലുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് എല്ലാം ഡീക്കേ ചെയ്ത് പോകത്തില്ല. അപ്പോൾ 10 എണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവസാനം ഒരെണ്ണം അവശേഷിക്കും. അപ്പം അതും പിന്നീട് ഇല്ലാതാകും. അപ്പം അവരുടെ എല്ലാ 10 പേരുടെയും കൂടെ ആവറേജ് ലൈഫിനെയാണ് മീൻ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം അത് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ലൈഫ് ടൈം ഓഫ് ഓൾ ദി ന്യൂക്ലിയർ. ഇപ്പോൾ 10 പേരുണ്ട്, 10 പേരുടെയും ലൈഫ് പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൽ ടോട്ടൽ എണ്ണം 10 ആണെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. തുടക്കത്തിൽ എത്ര ഉണ്ട് ആ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് മീൻ ലൈഫ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/λ ആണ്.
ഡി കെ കോൺസ്റ്റന്റ് റെസിപ്രോക്കലാണ്. അത് നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്, ഡിറൈവ് ചെയ്ത് കാണിക്കാം. അപ്പം മീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ആവറേജ് ലൈഫാണ്. ഇറ്റ് ഈസ് ദ ആവറേജ് ലൈഫ് ഓഫ് ഓൾ ദി ന്യൂക്ലിയ ഇൻ എ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഡി കെ കോൺസ്റ്റന്റ്. അത് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ലൈഫ് span of all the nuclei divided by total number of nuclei. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. മീൻ ലൈഫ് ഓർ ആവറേജ് ലൈഫ്, ടോ ആണ് അതിൻ്റെ സിമ്പൽ. മീൻ ലൈഫ് ഈസ് ദ റേഷ്യോ ഓഫ് time of existence of all the nuclei to the total number of radioactive nuclei present initially. തുടക്കത്തിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ടായിരുന്നോ അത്രയും ന്യൂക്ലിയസിൻ്റെ എണ്ണത്തിനെ അവരെല്ലാവരും കൂടെ ചേർന്ന് എത്ര ടൈം എടുത്തോ ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് മീൻ ലൈഫ് അഥവാ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ടൈം അറ്റ് വിച്ച് നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ ഈസ് റെഡ്യൂസ് ടു e⁻⁻1 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. തുടക്കത്തിലുള്ള വാല്യൂവിൻ്റെ e⁻⁻1 ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് മീൻ ലൈഫ്. അപ്പം നമ്മുടെ ഡി കെ ലോ അനുസരിച്ച് n=n0e⁻⁻λt ആണ്. അപ്പോൾ ഇവിടെ ടൈം എന്ന് പറയുന്നത് മീൻ ലൈഫ് ടോ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആഫ്റ്റർ മീൻ ലൈഫ് എന്നിൻ്റെ വാല്യൂ എന്താകും? തുടക്കത്തിലുള്ളതിൻ്റെ e⁻⁻1 ആയിട്ട് മാറും. അപ്പോൾ n=n0e⁻⁻1. ഈ വാല്യൂ നമ്മൾ ആദ്യത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആഫ്റ്റർ ഹാഫ് ലൈഫ് മീൻ ലൈഫ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആഫ്റ്റർ എ ടൈം ടോ കഴിയുമ്പോൾ എന്നിൻ്റെ വാല്യൂ n0e⁻⁻1 ആണ്. മറു സൈഡിൽ n0e⁻⁻λ. രണ്ട് സൈഡിൽ ഒരു n0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പം e⁻⁻1 ഈക്വൽസ് e⁻⁻λ. സോ 1 ഈക്വൽസ് λ2. ടോ ഈക്വൽസ് 1/λ. അപ്പോൾ നമ്മൾ നേരത്തെ വേറൊരു ഇക്വേഷൻ കണ്ടു. എന്താണ്? ഹാഫ് ലൈഫ് പീരീഡിനകത്ത് 0.693/λ ആണ് ടി ഹാഫ്. അപ്പോൾ അതിനകത്ത് നിന്ന് ലാംഡ അല്ലെങ്കിൽ 1/λ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഹാഫ് ഡിവൈഡഡ് ബൈ 0.693 ആണ്. അപ്പോൾ ഇതാണ് മീൻ ലൈഫിൻ്റെ ഇക്വേഷൻ. ഒന്നെങ്കിൽ 1/λ എന്നോർത്ത് വയ്ക്കുക. ചിലപ്പോൾ മീൻ ലൈഫ് ഹാഫ് ലൈഫ് തമ്മിലുള്ള റിലേഷൻ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ടോ ഈക്വൽസ് ടി ഹാഫ് ബൈ 0.693 എന്ന് കിട്ടും. ഇതാണ് മീൻ ലൈഫിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ഹാഫ് ലൈഫ് പോലെ തന്നെ മീൻ ലൈഫും പഠിച്ചു വെച്ചോളാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹാഫ് ലൈഫ് പീരീഡ് ആണ്. അത് കഴിഞ്ഞാൽ മീൻ ലൈഫ്.